വളരെ വ്യത്യസ്തമായ പരിപാടികളിലൂടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സംഘം 2008 വാർഷികാഘോഷങ്ങൾ കാണികളെ ആവേശഭരിതരാക്കിയിരിക്കുകയാണ്. ഇത് ആമിനത്താത്ത. താത്തയ്ക്ക് വീരശൂര പരമപോക്രികളായ 4 മക്കൾ. മൂത്ത 2 പേർ നിങ്ങളെപ്പോലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആണ്. അടുത്തയാളോ ഇന്റർനെറ്റിൽ ചാറ്റ് ചെയ്ത് പിരിലൂസായി പോയ വൈറസ് കുഞ്ഞാലി. ഏറ്റവും ഇളയ മകനാണെങ്കിലോ നോ ഐഡിയ ബാർ സിംഗർ ആകാൻ പാടി പ്രയത്നിച്ച് നടക്കുന്ന ഹൈ പിച്ച് ഫൈസൽ. ഫൈസൽ എന്ന് പറഞ്ഞാൽ ആമിനത്താത്തയ്ക്ക് ജീവനാണ്. അല്ല, നമ്മടെ പുള്ളായതുകൊണ്ട് പറയല്ലേട്ടാ, നമ്മടെ മോൻ പൈസലില്ലേ, അല്ല അസല് പാട്ടുകാരനാണെന്ന്. മോനെ പൈസലേ നീ ഇങ്ങോട്ടൊന്ന് വന്നെന്ന്. പൈസലേ ഇജൊരു പാട്ടങ്ങട്ട് പാടിയെന്ന്, നാട്ടാരൊക്കെ ഒന്ന് കേക്കട്ടാ പുള്ളേ. ഞാനൊരു പാട്ടു പാടാം. ഇജ് പാടാന്ന് പറഞ്ഞോണ്ടിരിക്കാതെ പാടാചക്ക. ഞാനൊരു പാട്ടു പാടാം. ഇജ് പാടാങ്ങട്ട്. അങ്ങനെ നമ്മുടെ ഹൈ പിച്ച് ഫൈസലിന് നോ ഐഡിയ സ്റ്റാർ സിംഗറിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ദിവസം വന്നെത്തി. നമുക്ക് ഫൈസലിന്റെ പെർഫോമൻസ് ഒന്ന് കാണാം. Entertainment for the youth and it's the time for No Idea Star Singer. No Idea Star Singeril next participate Mr. Faisal. Hi Faisal. Hi. മോനെ ഫൈസലേ, മോനെ ഏത് പാട്ടാണ് പാടാൻ ഉദ്ദേശിക്കുന്നത്? എന്നാ മോൻ നന്നായിട്ട് പാട്, സംഗതികളൊക്കെ വേണം കേട്ടോ. പിന്നെ മുടിഞ്ഞ സംഗതിയല്ലേ, ഞാൻ പാടാം കേട്ടോ. മോനിത് എന്തോ അത്, സംഗതികളൊന്നും ശരിയല്ലല്ലോ. ഈ തീർത്തവളെ എന്നല്ല അത്, നീർത്തവളെ അങ്ങനെ പിന്നെ ഈ തവള എന്നൊക്കെ പറയുമ്പോ ചാടണ്ടേ നമ്മള്. ആ സംഗതി ഇങ്ങ് പോരട്ടെ അല്ലേ അണ്ണാച്ചി? നീ തവളേ കണ്ടോ ആ തവള പോയി പോക്ക് കണ്ടോ? അപ്പൊ നിങ്ങളെന്റെ ഈ റൗണ്ടിലെ പെർഫോമൻസ് കണ്ടല്ലോ. വളരെ മോശമായിട്ടാ പെർഫോം ചെയ്തതാ ജഡ്ജസ്മാര് പറഞ്ഞത്. അപ്പോൾ എനിക്ക് എല്ലാവരും SMS അയക്കണം. എനിക്ക് SMS അയക്കേണ്ട ഫോർമാറ്റ് ISRO സ്പേസ് ഫൈസൽ FAISAL. അപ്പോൾ ഞാൻ ഇതോടെ എൻ്റെ പാട്ട് നിർത്തുകയാണ്. ഇനി ഞാൻ എൻ്റെ ജന്മത്ത് ഇനി മേലാ പാടൂല. പക്കിനും പതിരിനും കുത്തുകിട്ടി ചെറുഭജനെ പള്ളിക്കൊയറും മാത്രമേ പാടൂ ഞാൻ. ചെറുഭജനേം പള്ളിക്കൊയറും മാത്രമേ പാടൂ ഞാൻ. ഇനി അമ്പലപ്പറമ്പില് ജനങ്ങളുടെ മുമ്പില് മേല പാടൂല. ഹരിമുരളിയും പിന്നെ ഗംഗേ തല്ലിക്കൊന്ന പാടൂല. ചെറുഭജനേ പള്ളിക്കൊയറും മാത്രമേ പാടൂ ഞാൻ. ചെമ്പൈ പാവകതരാണേ സത്യം. ഇത് ആമിനത്താത്തയുടെ 2ാമത്തെ മകൻ കുഞ്ഞാലി. പഠിക്കുന്ന കാലത്ത് പെൺകുട്ടികളുടെ ഹരമായിരുന്നു കുഞ്ഞാലി. എന്നാൽ കുഞ്ഞാലിയെ ഇന്റർനെറ്റ് ചതിച്ചു. അല്ല, ഇന്റർനെറ്റ് വഴി പരിചയപ്പെട്ട ഒരു പെൺകുട്ടി ചതിച്ചു. അങ്ങനെ കുഞ്ഞാലി വൈറസ് കുഞ്ഞാലിയായി. ഇതാ സൈബർ സ്പേസിന്റെ ഒരു രക്തസാക്ഷി കൂടി. നിങ്ങളോട് എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾ നേരിട്ട്
എത്ര പെൺകുട്ടികളെ വേണമെങ്കിലും പ്രേമിച്ചുകൊള്ളൂ. പക്ഷേ ഒരിക്കലും ഇൻ്റർനെറ്റ് വഴി ഒരു പെൺകുട്ടിയെയും പ്രേമിക്കരുത്. ഒടുവിൽ എൻ്റെ ഗതിയാകും. നിങ്ങൾക്കറിയണ്ടേ എനിക്കെന്താ സംഭവിച്ചതെന്ന്? ഇന്റർനെറ്റിൽ ചാറ്റ് ചെയ്തപ്പോ സ്ക്രീനിൽ വന്നൊരു പെൺകൊടി. അവളെ കെട്ടുവാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് മെയിൽ ചെയ്തു ഞാൻ ഉടനടി. എന്റെ ഇമെയിൽ ID www.comedy. റിപ്ലൈ കിട്ടിയ മെയിലിൽ കണ്ടതിൽ എന്നെ കെട്ടുവാൻ അവൾ റെഡി. ഇന്റർനെറ്റിൽ ചാറ്റ് ചെയ്തെന്ന ചീറ്റ് ചെയ്ത ഭയങ്കരി. മനസ്സിൽ വൈറസ് കേറ്റി എന്റെ ഹാർഡ് ഡിസ്ക് തകർത്തടി. ഇന്റർനെറ്റിൽ ചാറ്റ് ചെയ്തെന്ന ചീറ്റ് ചെയ്തൊരു വഞ്ചകി. എന്റെ ഹാർഡ് ഡിസ്ക് തകർത്ത നിന്റെ മദർ ബോഡി ഇടി വെട്ടിപ്പോകോടിയേ. പിന്നെയുള്ളത് IT ഫേമിൽ വർക്ക് ചെയ്യുന്ന ആമിനത്താത്തയുടെ മൂത്ത പുത്രനാണ്. Y2K ഷുക്കൂറും ഒറാക്കിൽ ജബ്ബാറും. കോഡ് എഴുതണമെന്ന് ബഹുമായി ചെന്നെത്തിയത് ഒരു പ്രോജക്ട് മാനേജറുടെ മുന്നിൽ. ആഗ്രഹം പറഞ്ഞപ്പോൾ എന്നോട് ഒരു പ്രോഗ്രാം എഴുതാൻ പറഞ്ഞു. ഒരു സിൻടാക്സ് പോലും അറിയാത്ത ഞാനെങ്ങനെ ഒരു പ്രോഗ്രാം എഴുതുന്നത്? നിക്കക്കള്ളിയില്ലാതെ വന്നപ്പോൾ ലാബ് അസിസ്റ്റന്റ് ആയിരുന്ന ഡോളി മാഡത്തിന്റെ മനസ്സിൽ ധരിച്ചുകൊണ്ട് ഒരു പ്രോഗ്രാം എഴുതി തുടങ്ങി. എഴുതി മുഴുവിപ്പിച്ചില്ല, UPS വരെ അടിച്ചുപോയി. ഒടുവിൽ പ്രോജക്റ്റ് മാനേജറിൻ്റെ കമ്പ്യൂട്ടറിൽ ഒരു പിടി വൈറസ് വാരി എറിഞ്ഞിട്ട് എൻ്റെ റെസ്യൂമും എടുത്തുകൊണ്ട് ഒരു ഓട്ടമായിരുന്നു. ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിൻ്റെ ഒരിക്കലും നിലയ്ക്കാത്ത യാത്ര. സഫറോ കി സിന്ദഗി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ കി ചാട്ടം ഏക് കമ്പനി മേ കബി കദം നഹി ഹോ ജാത്തി ഹേ. ഇക്ക, ഏതായാലും കോഡ് എഴുതാൻ അറിയാത്തതുകൊണ്ടാണ് ഓമാർ നമ്മളെ പറഞ്ഞു വിട്ടതെന്ന് ആരും അറിയണ്ട. നമുക്ക് ശമ്പളം കുറവായതുകൊണ്ട് നമ്മൾ അവിടുന്ന് ചാടി. ഏത് സൈറ്റിന്ന് വിളിച്ചെന്ന് പറഞ്ഞിട്ട് ഇജെന്താണ് ഇവിടെ കുത്തിയിരിക്കണത്? ഇന്ന് റിലീസുകളൊന്നും ഇല്ലേ? ഒന്നും പറയണ്ടുമ്മ, നമ്മുടെ കോഡേറ്റിൻ്റെ ഗുണം കാരണം ഓര് നമ്മളെ പറഞ്ഞു വിട്ട എൻ്റെ ഉമ്മ. ജോലി പോണേ പോട്ടാ പുള്ളേ, നമുക്കൊരു പുതിയ കമ്പനി വസൂലാക്കാന്ന്. ഉമ്മ, ഈ ബുർക്കകട തുടങ്ങുന്നത് പോലെ എളുപ്പമുള്ളൊരു പരിപാടിയല്ല IT കമ്പനി തുടങ്ങുക എന്ന് പറയുന്നത്. അതൊക്കെ വലിയ ജോലിയുള്ള പരിപാടിയല്ലേ. ISRO 12,000 സർട്ടിഫിക്കറ്റ്, പിന്നെ 5-6 ലെവലുള്ള CMM സർട്ടിഫിക്കറ്റ്, അങ്ങനെ എന്തെല്ലാം വേണമെന്ന് അറിയാമോ ഒരു IT കമ്പനി തുടങ്ങാൻ? ഇജെന്താണ് അതോർത്ത് ബേജാറാണ് പുള്ളേ? നമുക്ക് HDFC ബാങ്കിൽ നിന്ന് പലിശയ്ക്ക് പണം എടുത്തങ്ങോട്ട് തുടങ്ങാന്നേ കമ്പനി. അങ്ങനെ സുനാമി സോഫ്റ്റ്വെയറിൽ നിന്നും പറഞ്ഞു വിട്ട Y2K ഷുക്കൂറും ഒറാക്കിൾ ജബ്ബാറും ചേർന്ന് കത്രീന ഇൻഫോടെക് എന്ന പുതിയ കമ്പനി ആരംഭിച്ചു. ലോണെടുത്തും വട്ടപ്പലിശയ്ക്കും തുടങ്ങിയ കമ്പനിയാണെങ്കിലും അവർക്ക് അതിൻ്റെ യാതൊരു അഹങ്കാരവും ഇല്ലായിരുന്നു. 1-2 പ്രോജക്റ്റൊക്കെ ഒപ്പിച്ചെങ്കിലും അവർക്ക് ഓരോ ടീമിലേക്കും ആവശ്യമുള്ള പ്രോജക്റ്റ് ഹെഡുമാരെ കിട്ടാൻ പെടാപ്പാട് വിടേണ്ടി വന്നു. എക്സ്പീരിയൻസ് ഉള്ളവരെ കിട്ടാൻ കമ്പനി ചാക്കിട്ട് പിടുത്തം നടത്തുന്ന ഈ കാലത്ത് നല്ല എഞ്ചിനീയർമാരെ കിട്ടാൻ വലിയ പാടാണ്. ഒരുപാട് ബയോഡേറ്റകൾ വന്നെങ്കിലും അതൊന്നും കത്രീന ഇൻഫോടെക്കിന് സ്വീകാര്യമായിരുന്നില്ല. അങ്ങനെ കത്രീന ഇൻഫോടെക്കിലെ പ്രോജക്റ്റ് എഞ്ചിനീയറിംഗ് വിഭാഗം ലീഡ് ചെയ്യാനായി പ്രതിരോധത്തിൻ്റെ കേന്ദ്രമായ GK ആൻ്റപ്പനെത്തി. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്കാകാശമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിലിടമില്ല, മണ്ണിലിടമില്ല.
വളരെ കഷ്ടപ്പെട്ട് വളരെ ബുദ്ധിമുട്ടിയാണ് ഞാൻ ബിടെക് പാസ്സായത്. ഒരു സെമിസ്റ്ററിൽ ഒരു പേപ്പർ കിട്ടുമ്പോൾ അടുത്ത സെമിസ്റ്ററിൽ എല്ലാ പേപ്പറും സപ്ലി അടിച്ച് അങ്ങ് പോകും. ADB വരെ വായ്പ എടുത്തിട്ടാണ് ഞാൻ ബിടെക് പാസ്സായത്. പലരുടെയും കാല് പിടിച്ച് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ആ പ്രോജക്റ്റൊക്കെ സബ്മിറ്റ് ചെയ്തത്. ഇപ്പോൾ താണ്ടെ ഈ കമ്പനിയിൽ പ്രോജക്റ്റ് എഞ്ചിനീയറിങ്ങിന് ഞാനിവിടെ വന്നു. മിസ്റ്റർ അന്തപ്പൻ, സപ്പോസ് നിങ്ങളെ ഞങ്ങൾ അപ്പോയിൻറ്റ് ചെയ്തു എന്നിരിക്കട്ടെ, നിങ്ങൾ എങ്ങനെയായിരിക്കും പ്രോജക്റ്റ് എഞ്ചിനീയറിംഗ് ടീമിനെ മാനേജ് ചെയ്തത്? ഈ പ്രോജക്റ്റ് എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറയുമ്പോൾ വളരെ 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 സൂക്ഷ്മതയോടുകൂടി വളരെ കൃത്യതയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് വളരെ കൃത്യതയോടെ നമ്മൾ ചെയ്യണം. വെൽ ഡൺ മിസ്റ്റർ അന്തപ്പൻ, നിങ്ങളുടെ പെർഫോമൻസിൽ ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. ഇതാ നിങ്ങൾക്കുള്ള അപ്പോയിൻമെൻറ്റ് ഓർഡർ. സന്തോഷമായി. എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടാണ് എനിക്ക് ജോലി കിട്ടിയത്. അപ്പോൾ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് നടന്നിട്ട് ചെരുപ്പ് വരെ തേഞ്ഞു. അപ്പോഴാണ് കത്രീന ഇൻഫോടെക്, കത്രീന ആയാലും മരിയമ്മ ആയാലും ഇനി പ്രോജക്റ്റ് എഞ്ചിനീയറിംഗ് ഒരു കലക്കും. ഇക്ക നമ്മൾ എഞ്ചിനീയറിംഗ് ടീമിൻ്റെ കാര്യം ഓക്കെ, പക്ഷെ നമ്മൾ ഇംപ്ലിമെൻറ്റേഷൻ എന്തുട്ട് ചെയ്യുമെന്ന് ആരുണ്ടിക്ക ഇതൊക്കെ വളരെ പെട്ടെന്ന് കൊണ്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ? സ്തുതി പറയൽ. എൻ്റെ ബെഞ്ചിൽ നിന്ന് പഠിച്ചൊരു പയ്യനുണ്ട്. പുള്ളി വളരെ അതിവേഗം ബഹുദൂരം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു ഹിസ്റ്ററിയാണ്. ഹൈക്കമാൻഡിന് കാണാൻ പോകുന്ന വഴിക്ക് പുള്ളി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം പുറത്ത് നിൽപ്പുണ്ട്. വേണമെങ്കിൽ ഞാനൊന്ന് വിളിക്കാം, നിങ്ങളൊന്ന് സംസാരിച്ച് നോക്ക്. ചിലപ്പോൾ പുള്ളി ഒന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കും. കേരളത്തിലെ IT കമ്പനി എന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല ഞാൻ പറയാൻ വന്നേ. വളരെ അതിവേഗം ബഹുദൂരം പല പ്രോജക്റ്റുകള് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ഒരു ഇംപ്ലിമെന്റേഷൻ എഞ്ചിനീയറാണ്. ഇപ്പോൾ ഡൽഹിയിലുള്ള ഹൈക്കമാൻഡ് കമ്പനിക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ പ്രോഡക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് വരുന്ന വഴിയാണ്. വേണമെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റും ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യാം. പക്ഷേ അതിവേഗം എനിക്ക് കാശൊക്കെ തരണം, എന്നാലേ എനിക്ക് ബഹുദൂരം മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. എൻ്റെ ഈ സ്റ്റൈല്, എൻ്റെ തലമുടി ഇതൊന്നും കണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇതൊക്കെ ഓരോ പാച്ച് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ഓരോ പ്രശ്നങ്ങളാണ്. അതാ കണ്ടില്ലേ, എൻ്റെ ഉടുപ്പിലുള്ളൊരു പാച്ച് കണ്ടില്ലേ? ആ പാച്ച് 41 അപ്ലൈ ചെയ്തപ്പോൾ പറ്റിയതാണ് ഈ പാച്ച്. ശുക്രേ, നമ്മുടെ ഇംപ്ലിമെന്റേഷൻ എഞ്ചിനീയർക്കുള്ള പാച്ച് വർക്ക് കണ്ടാലറിയാം അതല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണെന്ന്. അപ്പോൾ ഇക്ക നമുക്ക് പ്രോഡക്റ്റ് എഞ്ചിനീയറുമായി ഇംപ്ലിമെൻറ്റേഷൻ എഞ്ചിനീയറുമായി ഇതൊക്കെ ഒന്ന് ടച്ച് ചെയ്യാൻ നമുക്ക് ആരെങ്കിലും വേണ്ടേക്കാ? അപ്പോൾ ഈ കമ്പനിയിലെ എംപ്ലോയി റെഫറലൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ ആ ടെസ്റ്റിംഗ് ടീം ലീഡ് ചെയ്യാനായിട്ട് എൻ്റെ ഒരു സുഹൃത്ത് ഉണ്ട്. പുള്ളി പുന്നപ്പുറ വയലാറ് പ്രോജക്റ്റ് ഇംപ്ലിമെന്റേഷൻ കാലത്ത് ക്ലയന്റുകളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ വിരിവാറ് കാണിച്ചു കൊടുത്തിട്ടുള്ള ഒരു ധീരനായ ടെസ്റ്ററാണ്. പ്രശ്നക്കാരായിട്ടുള്ള പല വലിയ ബഗുകളെയും പുള്ളി വെട്ടി നിരത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനെ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്കായിട്ട് റെഫർ ചെയ്യാം. കേരളത്തിൻ നാഥൻ കണ്ടേടിയാണീ അച്ചുമാമൻ. അച്ചുമാമൻ കേരളത്തിൻ നാഥൻ കണ്ടേടിയാണീ അച്ചുമാമൻ. ഞങ്ങൾ കാത്തിരുന്നൊരു നല്ല ഭരണം ഇനി ഞങ്ങൾ കേൾക്കണമേ. ചിലർ ഭരിച്ചങ്ങ് മുടിപ്പിച്ച നാട്ടിൽ ജനം സഹിച്ചങ്ങു ജീവിക്കുന്നിതാ. സ്വന്തം പാർട്ടി എതിർത്തോട്ടെ, പ്രതിപക്ഷം പണി തന്നോട്ടെ, നല്ലത് ചെയ്യാൻ നിന്നോടൊപ്പം ജനങ്ങളില്ലേ. അച്ചുമാമൻ കേരളത്തിൻ നാഥൻ കണ്ടേടിയാണീ അച്ചുമാമൻ. അച്ചുമാമൻ കേരളത്തിൻ നാഥൻ കണ്ടേടിയാണീ അച്ചുമാമൻ. നല്ലതു ചെയ്യാൻ തുനിഞ്ഞപ്പോഴൊക്കെ കൂട്ടത്തിലുള്ളവരും പാരവച്ചു. മൂന്നാറിൽ മൂന്നാളെ അയച്ചെന്നു നടത്തിയ ധീരത കണ്ടു ജനം കൈയടിച്ചു. ചില
കളി കളിച്ചു പണമെടുത്തെറിഞ്ഞു സാറിനെ കുറിച്ചു വിലങ്ങിട്ടു വീണ്ടും മൂലക്കിരുത്തി. സത്യം. CM അച്ചുമാമൻ കേരളത്തിൻ നാഥൻ കണ്ടേടിയാണീ അച്ചുമാമൻ. CM അച്ചുമാമൻ കേരളത്തിൻ നാഥൻ കണ്ടേടിയാണീ അച്ചുമാമൻ. നീ ശക്തിയുള്ളവനാണ്, ബുദ്ധിയുള്ളവനാണ്, നീയാണെല്ലാം സഖാവേ, നീ തന്നെയാണെല്ലാം സഖാവേ. ഇത്രയും കാലം നീ എവിടെയായിരുന്നു? നിന്നെയാണ് ഞങ്ങൾ തിരക്കിയത്. ലാൽ സലാം സഖാവേ, ലാൽ സലാം. ലാൽ സലാം. ഹാളിൻ്റെ ഇടതുഭാഗത്ത് ചുവന്ന കസേരയിലിരിക്കുന്നവർക്കെല്ലാം എൻ്റെ ലാൽ സലാം. പണ്ടൊക്കെ ഞാൻ ഫിക്സ് ചെയ്ത ഇഷ്യൂസ് പാസ്സാകുമ്പോൾ പ്രോജക്റ്റ് കൈവിട്ട് പോകുമായിരുന്നു. പുതിയ പ്രോജക്റ്റ് കിട്ടുമ്പോൾ ചെയ്ത വർക്കെല്ലാം ഫെയിലാകും. എന്നാലിപ്പോൾ പുതിയ ഇൻഫോ പാർക്കിൽ എന്നെ നിങ്ങൾ ഉൾപ്പെടുത്തിയത് അഴിമതിക്കെതിരെയുള്ള വിജയമാണ്. വിജയം ആണ്. അച്ഛബാബൻ, ഏതൊക്കെ ടൂളുകൾ ഉപയോഗിച്ചാണ് താങ്കൾ ടെസ്റ്റ് ചെയ്യാറുള്ളത്? പല ടൂളുകൾ ഉപയോഗിച്ചും ഞാൻ ടെസ്റ്റാറുണ്ട്. എന്നാലും എനിക്ക് പ്രിയപ്പെട്ടത് JB ആണ്, അല്ല JCB ആണ്. അപ്പം നമ്മുടെ കമ്പനിയിൽ ഒരു സ്ട്രാറ്റജിക് ഹെഡിൻ്റെ കുറവുണ്ടല്ലേ? എക്സ്പീരിയൻസ് ഉള്ള ഒരു കിങ് മേക്കറിനെ നമുക്ക് ആവശ്യമുണ്ട്. പല പ്രതിസന്ധി ഘട്ടങ്ങളും തരണം ചെയ്യാൻ അങ്ങനെ ഒരു ചാണക്യനെ നമ്മുടെ ടോപ്പ് മാനേജ്മെൻറ്റിൽ കൂടിയേ തീരൂ. ആദ്യം ഞാൻ ചാടി, ഒപ്പം മോൻ ചാടി, ഇനിയും ഞാൻ ചാടാ, എന്നെ കൂട്ടാൻ ആളുണ്ട്. പാർട്ടി ചാടി നടക്കണ ലീഡർജി, സ്വന്തം പേര് കളഞ്ഞൊരു ലീഡർജി. വായിൽ തോന്നിയത് പറയും, പിന്നത് മാറ്റി പറയും. ഇപ്പോൾ ഐയിലുമില്ല ഏയിലുമില്ല ഐ. പാർട്ടി ചാടി നടക്കണ ലീഡർജി, സ്വന്തം പേരു കളഞ്ഞൊരു ലീഡർജി. ആദ്യം വലതുമായി അടി പിടിച്ചു, അന്നൊക്കെ ഇടതിന്റെ കൊടി പിടിച്ചു, ഒതുക്കത്തിൽ സ്നേഹം നടിച്ചു. തെരഞ്ഞെടുപ്പടുത്തപ്പോൾ ബലം പിടിച്ചു, സീറ്റിനു വേണ്ടി സാറ് കടി പിടിച്ചു, അവർ പുറത്താക്കി പടിയടച്ചു. അങ്ങോട്ടും പിന്നിങ്ങോട്ടും, അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ചാടി നടന്നിട്ടിപ്പോൾ ആരും കൂടെ കൂട്ടാതായി. പല 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 പാർട്ടി ചാടി നടക്കണ ലീഡർജി, അച്ഛൻ്റെ ഒപ്പം ചാടി നടക്കണ ഉത്രൻജി. മിസ്റ്റർ ജപ്പാൻ, താങ്കൾ ഒരു കമ്പനിയൊക്കെ തുടങ്ങിയെന്ന് ഞാൻ അറിഞ്ഞു. ഒരു കസേര ഒഴിഞ്ഞിടപ്പുണ്ടെന്നുള്ള വിവരം ഞാൻ അറിഞ്ഞു. എടോ, താനൊരു കമ്പനി തുടങ്ങിയപ്പോൾ എന്നെ ഒന്നും വിളിച്ചില്ല. പഴയ തറവാട്ടിലേക്ക് വിടാൻ എന്നെ ആരും വിളിക്കുകയും വേണ്ട. എടോ ജപ്പാനെ, ഈ നിൽക്കുന്ന ആന്തപ്പനും ചാണ്ടിക്കുമൊക്കെ കോഡിൻ്റെ ആദർശങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത് ഈ ഞാനാടോ. അവരൊക്കെ കോഡിൻ്റെ വലിയ മാനേജർമാരായപ്പോൾ ഈ പഴയ ഗുരുവിനെ അവർ മറന്നു. ആ ലീഡറെ പോലെ പരിചയസമ്പന്നനായ ഒരാള് ഈ കമ്പനിയിൽ വരുന്നതില് ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല. പക്ഷേ ആ കൂടെ വന്ന ആ ഫ്രഷറിനെ എടുക്കാനായിട്ട് യാതൊരു നിർവാഹവുമില്ല. അച്ഛൻ ഇവരെയൊക്കെ കോഡ് എഴുതാൻ പഠിപ്പിച്ച സമയത്ത് എനിക്കും ചേച്ചിക്കും 4 ലാംഗ്വേജ് പഠിപ്പിച്ച് തന്നിരുന്നേ, നമ്മളിപ്പോൾ എത്ര കമ്പനി തുടങ്ങിയേനെ. നീ ഒന്നും സംസാരിക്കണ്ട. നിന്നെ ഒരു നിലയിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കഷ്ടപ്പാടൊക്കെ പെട്ടത്. പക്ഷേ ഞാനിപ്പോൾ ഈ നിലയിലായി. അച്ഛാ, നമ്മുടെ മസാല ദോശ വാങ്ങുമ്പോൾ ഒരു വട കൂടെ കിട്ടാറില്ലേ അച്ഛാ? അതുകൊണ്ട് എന്നെയും കൂടെ കമ്പനിയിൽ എടുക്കാൻ പറ അച്ഛാ. എടോ ജപ്പാനെ, ഇനി നിങ്ങളുടെ കമ്പനി ഒരു നിലയിലാക്കിയിട്ടേ ഞാനും എൻ്റെ മോനും ഇനി അടുത്ത കമ്പനിയിലേക്ക് ചാടുള്ളൂ.
ക്ലയന്റുകൾ പറഞ്ഞ പോലെ എഴുതി വച്ച കോഡുകൾ സൈറ്റിൽ പോയി 100 ഇഷ്യൂകളായി വരുന്നില്ല. നോക്കുവിൻ ടെസ്റ്ററെ എത്ര കേസുകൾ നിങ്ങൾ നോക്കിടാതെ സൈറ്റിൽ ഇടിച്ചു തിരികെ പോരുന്നു. ബാക്കെൻഡ് ഫ്രണ്ട് എന്നതില്ല റിലീസ് ഇന്നു തന്നെ കൊടുക്കണം. ഡോക്യുമെന്റ് ചേർത്തിടാതെ പാച്ചുകൾ അയക്കല്, ഡിഫക്റ്റുകൾ നിറച്ചിടാതെ പാച്ചുകൾ അയക്കണം. ബഗ്ഗില്ലാതെ ബില്ല് 3-4 അടിക്കണം. ബഗ് ഫ്രീ സോഫ്റ്റ്വെയർ ജനിക്കയില്ല ഭൂമിയിൽ, നമുക്ക് സ്വന്തം ക്ലയന്റ് തന്നെ അന്നും എന്നുമേ. അധികാരവും രാഷ്ട്രീയവും മാത്രം ഉപയോഗിച്ച് പേരും പ്രശസ്തിയും സമ്പാദിച്ച ഇന്നത്തെ IT കമ്പനിയിൽ വിലസുന്നവരെക്കാളും ഇന്നു നമുക്ക് വേണ്ടത് നാളത്തെ ഭാവിയെക്കുറിച്ച് സുന്ദരമായ സ്വപ്നം കാണുന്ന നല്ല ഹൃദയങ്ങളെയാണ്. അവർക്ക് മാത്രമേ ഇന്നത്തെ ബാഹ്യശക്തികളെ തരണം ചെയ്ത് IT കമ്പനികളെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിയുകയുള്ളൂ. ഇവിടെ ആരും IT-ക്കാരായി ജനിക്കുന്നില്ല. ഈ സമൂഹമാണ് അവരെ IT-ക്കാരാക്കി മാറ്റുന്നത്. വളരെ നല്ല രീതിയിൽ ഒരു നാടകം അവതരിപ്പിക്കാൻ അവസരമുണ്ടാക്കി തന്ന ഉത്സവ കമ്മിറ്റിക്കും സംഘം 2008 ഭാരവാഹികൾക്കും ചങ്ങനാശ്ശേരി ചെരുപ്പ് വാങ്ങി തിയേറ്റേഴ്സിന്റെ പ്രത്യേകമായ നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഞങ്ങളുടെ പരിപാടികളുടെ ബുക്കിംഗിന് സമീപിക്കുക. കുട്ടപ്പൻ, ചെരുപ്പ് വാങ്ങി തിയേറ്റേഴ്സ്, പൂച്ചമാന്തിക്കര, കാഞ്ഞിരംകുളം PO, തിരുവനന്തപുരം 10. Hi guys, this is Manoj from UK office. So happy to see you all. Although I can't see you directly, I'm seeing through the camera eyes. Wish you all a wonderful and fantastic Suntech Day. Wish you all a rocking Suntech Day. Thank you. Hi, this is Mike Smith from the UK office. Just wishing you a great Suntech Day. Hope you have a fantastic time, and we only could wish that we were with you. Thanks very much. Bye-bye. Hello everyone, my name is Martin Taylor. I work from the UK office and I am the account manager for Lloyds TSB, HSBC and ING. And may I wish you all a very happy Suntech Day. Hi, this is Sunil from Consulting Team UK and wish you all a very happy Suntech Day. Have a great year ahead. Thank you very much. Bye. Team in Europe, have a good Suntech Day and a fantastic year ahead. Hi guys, this is Meghna Mehra from the UK office. Wish you all a happy Suntech Day and have a great year ahead. Thank you. Hi, Happy New Year everybody. I am Dharani Srinivasan and in 5th grade. This is my brother Srinath. I've been learning Carnatic vocal for the past 4 years from my mother. And now I will sing a Dikshitar Kriti on Ragam Udaya Ravi Chandrika. Shri Partha Sarathina Palitosmya Ham Sada. Shri Partha Sarathina Palitosmya Ham Sada. Shri Partha Sarathina Palito
वैकुण्ठस्थितेन ഫാഷൻ സങ്കല്പങ്ങളുടെ തിരമാലകൾ സണ്ടക്കിലും ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലത്തിനൊത്ത് മാറുന്ന ഫാഷൻ ട്രെൻഡുകളുടെ ഏറ്റവും ആധുനിക ഭാവം സാംശീകരിച്ച സണ്ടക്കിൻ്റെ യുവത്വം ഇതാ നിങ്ങളുടെ കൺമുന്നിലേക്ക്. സംഘം ഫാഷൻ ഷോ 2008. Formal business wear has always been thought of as serious and sober. However, with a little bit of imagination, you can drive away those Monday morning blues with smart and thoughtful dressing. For us, formal Monday wear means attire that projects the image of a sensible business professional and that reflects the indomitable Sunteck spirit. It could be just a formal cotton sari carrying minimal gaudy design for ladies and flannel pants teamed with matching tweed suits or blazers for gentlemen. From Tuesday through Thursday, we prefer to wear business casuals ranging from patiala salwar to sleeveless tops and formal pants for ladies and slacks, flat fringe and lively linen for gentlemen. Sunteck looks casual on Fridays as we dress down. The preferred Friday attire include skirts or jeans and top for ladies and sneakers, kurtas, jeans, t-shirts and cool cottons for men. Take a close look at our models here. They could be flaunting the same two-piece suits or skirts with jackets that you might have in your wardrobe. But coupled with the right attitude, office wear can sure make your persona and workplace look livelier. When we are hobnobbing with our multinational clients, we like to look impressive and cool at the same time, besides adding a dash of the local sartorial sense to our wardrobe. Considering the varied geographies and climatic zones in which our clients are located, our on-site formal wear include shirts, pants and blazers, and casual wear include skirts, tops, cargos, t-shirts and pullovers.
As the mercury levels dip in our on-site locations, we tuck ourselves into jeans, tops, jackets, caps, mufflers and gloves. So far, so good.